ഹായ് സുഹൃത്തുക്കളെ, ജവാദാണ്. ഞാൻ വന്നിട്ടുള്ളത് തെക്കുമലയിലാണ്. അതായത് നമ്മളെ എടപ്പയിൽ ഗ്രൂപ്പിൻ്റെ അൻവർഖാൻ്റെ വീട്ടിലാണ്. അപ്പോൾ അൻവർഖാൻ്റെ അയൽവാസിയായ നമ്മളെ സുഹൃത്ത് അനസിൻ്റെ വെഡ്ഡിങ് ആണെന്ന്. അപ്പോൾ രാവിലത്തെ ഒരു സിംഗിൾ ഷൂട്ടിനായിട്ട് വന്നതാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് അനസ് ഉണ്ട്, എല്ലാവരും ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. അനസ് ഒരു ആയി കൊടുത്ത ഇത് അനസിൻ്റെ ഫ്രണ്ടാണ്, ഇത് നമ്മളെ അസിസ്റ്റൻ്റാണ്. അപ്പോൾ നമുക്ക് ഷൂട്ടിലേക്ക് കിടക്കാം. എൻ്റെ കാഴ്ചകളുടെ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോകുന്ന വീടിൻ്റെ ജസ്റ്റ് ഫ്രണ്ടിലെ വ്യൂ ഒന്ന് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. നല്ലൊരു കിടിലൻ വീടാണ്. ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയൊരു അറ്റ്മോസ്ഫിയർ ആട്ടോ ഇവിടെ ഉള്ളത്. ചിരൻ്റെ കട വയസ്സിൽ ഫേസ് ഒന്ന് ടൈം ചെയ്ത ഇങ്ങോട്ടെ ഇങ്ങോട്ട് ടൈം ചെയ്ത് ഇങ്ങോട്ട് ഇങ്ങനെ ശരിക്കും ഇങ്ങോട്ട് ഒന്ന് ഹൈറ്റ് ചെയ്തേ, ഫേസ് ഒന്ന് ഹൈറ്റ് ചെയ്തേ. ഒന്ന് ഹോൾഡ് ചെയ്യണേ. കയറി ഇവിടെ നോക്കി, ക്യാമിൽ നോക്കി, പക്ക ഒന്ന് സ്റ്റഡി ആക്കി. ഹെഡ് ഒന്ന് ഹൈറ്റ് ചെയ്തേ. എസ് ഓക്കെ, ക്യാമിൽ നോക്കുക. റെഡി ഇട്ടാ. സെയിം ക്യാമിൽ നോക്കിയേ ജസ്റ്റ്. ഓക്കെ, റെഡിട്ടാ. അപ്പോൾ സുഹൃത്തുക്കളെ, ഞങ്ങളെ രാവിലത്തെ സിംഗിൾ ഷൂട്ട് കഴിഞ്ഞു. ഇനി നമ്മൾ രാവിലത്തെ മോർണിംഗ് ഡ്രസ്സിൽ ചെറിയൊരു ഷൂട്ട് ഉണ്ട്, അത് ഹാളിൽ പോയിട്ടാണ് ചെയ്യുന്നത്. പിന്നെ ഈവനിങ്ങിൽ നമുക്ക് ബ്രൈഡിനായിട്ട് ഈ സെയിം വീട്ടിൽ തന്നെ വന്നിട്ട് കുറച്ച് കപ്പിൾ ഫോട്ടോ ഷൂട്ട് ചെയ്യുന്നുണ്ട്. എന്താണ് അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ രാവിലത്തെ മോർണിംഗ് ഷൂട്ട് കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ കൈപ്പുറം ഓഡിറ്റോറിയത്തിലാണ് ഉള്ളത്. കൈപ്പുറം തന്നെയാണ് സ്ഥലത്തിൻ്റെ പേരും ഓഡിറ്റോറിയത്തിൻ്റെ പേരും. ഈ ഓഡിറ്റോറിയം നമുക്ക് പുറത്തൊക്കെ നല്ല ആംബിയൻസ് ആണ്, ഫോട്ടോഷൂട്ടിന് പറ്റിയൊരു ഓഡിറ്റോറിയമാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് പയ്യനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ ജസ്റ്റ് നമുക്ക് ഹാളിൻ്റെ ഉൾവശങ്ങളൊക്കെ ഒന്ന് ഞാൻ ജസ്റ്റ് കാണിച്ചു, സ്റ്റേജ് ഡെക്കറേറ്റ് ചെയ്തൊക്കെ. ഓക്കെ, ഇപ്പോൾ കാഴ്ചയിലേക്ക് പോവാം. ഹാളിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞാലുള്ള വ്യൂ ആണത്. ചെയറൊക്കെ സെറ്റ് ചെയ്യാണ്ട് ജസ്റ്റ് നിങ്ങൾക്ക് എല്ലാവരും ഒന്ന് ഈ ഓഡിറ്റോറിയത്തിൻ്റെ ഉൾവശം ഒന്ന് കാണിച്ചു തരിക എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സ്റ്റേജൊക്കെ നല്ല രീതിയിൽ തന്നെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടോ. നമുക്ക് ഫോട്ടോഷൂട്ടിന് ആവശ്യമായിട്ടുള്ള വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഓവർ വർക്കുകളൊന്നുമില്ല, ചെറിയൊരു വർക്ക്. ഓക്കെ സുഹൃത്തുക്കളെ, നമ്മളെ അനസിൻ്റെ രാവിലത്തെ നമ്മളെ ഗസ്റ്റിൽ സ്വീകരിക്കാൻ നിൽക്കുന്ന ഡ്രസ്സാട്ടത്. കോസ്റ്റ്യൂംസ് അടിപൊളിയല്ലേ, സൂപ്പർ അല്ലേ. അപ്പോൾ ഇനി ഇതിലുള്ള ഫോട്ടോഷൂട്ടാണ് ഇനി അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അല്ലേ അനസേ, സെറ്റല്ലേ? ഷെയറല്ലേ? സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ കാണുന്ന ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓഡിറ്റോറിയത്തിൻ്റെ ഒരു സൈഡ് ആട്ടോ. ആറ്റിറ്റ്യൂഡ് ആയിട്ട് തന്നെ ഹാപ്പി ആയിട്ട് സെറ്റ് അല്ലേ? ഓക്കെ, റെഡി. സെയിം അതേപോലെ കേട്ടോ. ഓക്കെ സുഹൃത്തുക്കളെ, അങ്ങനെ ഞങ്ങൾ ഉച്ചക്കുള്ള ഫുഡൊക്കെ കഴിച്ച് പയ്യൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഞങ്ങളിപ്പോൾ തിരുവേഗപ്പുറ ചോലക്കൽ ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുണ്ട്. പെൺകുട്ടിയുടെ വീട്ടിലെ വെഡ്ഡിങ് ഫംഗ്ഷൻ ചോലക്കൽ ഓഡിറ്റോറിയത്തിലാണ്. റോമൻ ബ്രൈഡ് വൈകുന്നേരത്തെ ഷൂട്ടിന് വേണ്ടി അൻവർഖാൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. അവളോട് നോക്കിയേ, ഒരു ഹായ് കൊടുത്തേ. ഒരു ഹായ് കൊടുക്കേ, കൈ കൊണ്ട് കൊടുത്തേ ഒരു ഹായ് കൊടുത്തേ. എങ്ങനെയുണ്ടായിരുന്നു കല്യാണം?
സെറ്റ് ആയിരുന്നു. എന്താ പറയാനുള്ളത്? നല്ല അഭിപ്രായം. നമുക്ക് ഇനി കപ്പിൾ ഷൂട്ടിലേക്ക് പോയാലോ? റെഡി അല്ലേ? റെഡി 1 2 3 തിരിഞ്ഞോ അവന്റെ ഫേസിൽ സെയിം ചിരിച്ചു നോക്കണേ. മാറട്ടോ സെയിം അതേപോലെ. ഓക്കെ റെഡി. ഹായ് സുഹൃത്തുക്കളെ, അപ്പോൾ ഇന്നത്തെ നമ്മളെ വെഡിങ് ഷൂട്ട് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവുകയാണ്. അപ്പൊ അതിന്റെ മുന്നേ ഇന്നത്തെ വെഡിങ് എങ്ങനെ ഉണ്ടായിരുന്നു നമുക്ക് പയ്യനോട് ചോദിക്കാം. എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ഫംഗ്ഷൻ? അടിപൊളിയായിരുന്നു. എല്ലാം ഉഷാറായി. ഫുഡൊക്കെ അടിപൊളിയായി. എന്റെ ഫ്രണ്ട്സ് എല്ലാവരും വന്നോ? നമ്മളെന്താ പറയല്ലേ? അടിപൊളിയല്ലേ? അപ്പൊ ഇന്നത്തെ നമ്മളെ പിന്നെ ഫ്രണ്ട്സുകൾക്ക് എന്തെങ്കിലും പറയണ്ടോ? ഉഷാറല്ലേ? സന്തോഷം. ഓക്കെ, അപ്പൊ നമ്മളെ ഇന്നത്തെ വെഡിങ് ഷൂട്ടിന്റെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇനി നമ്മളെ ചാനൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. വീണ്ടും അടുത്തൊരു വീഡിയോ കാണാം. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഗുഡ് ബൈ.